മുനമ്പം വിഷയത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ സംസ്ഥാന അടക്കമുള്ള മുസ്ലിം സംഘടനകളൊക്കെ യോഗം ചേർന്നു. അവരൊക്കെ പറഞ്ഞ എന്താണ് ആവശ്യപ്പെട്ടത്, ആ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രശ്നമുണ്ട്, 600ഓളം കുടുംബങ്ങൾ. ആ കുടിയൊഴിപ്പിക്കുന്നതിലൊന്നും മുസ്ലിം സംഘടനകൾക്ക് ഒരു യോജിപ്പുമില്ല. അപ്പോൾ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അത് തീർക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തങ്ങളവர்களுം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇവിടെ കോടതിയൊക്കെ ഉണ്ടല്ലോ, കോടതിയൊക്കെ ഉണ്ടല്ലോ. നമ്മളെന്തിനാ ഈ അങ്ങനത്തെ സമൂഹത്തിൽ അത് സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു ബാബരി മസ്ജിദ് വിഷയം. ബാബരി മസ്ജിദ് വഖഫ് ഭൂമിയിലാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അവിടെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും മറ്റുള്ളവർക്ക് അതിനെ തീരുമാനിച്ചെന്താ സുപ്രീം കോടതി കൈകാര്യം ചെയ്യട്ടെ. സുപ്രീം കോടതിയുടെ തീരുമാനം വന്നു, എല്ലാവരും അത് അംഗീകരിച്ചു. അപ്പോൾ അതാണ് ഇത്. ഈ രാജ്യത്ത് നമ്മൾക്ക് മതപരമായി അതിലുള്ള ചില കാഴ്ചപ്പാടുകളും ചില വിധികളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പറയും. പക്ഷേ നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമം അനുസരിച്ചാണ് ഈ കാര്യം ഇവിടെ പല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ പിന്നെ ഇസ്ലാമികമായിട്ട് ഫസ്കിനെ കാളി ഫസ്ക് ചെയ്താലും ഇന്ന് ഇവിടെ ഗവൺമെൻറ് അംഗീകരിക്കണില്ല. കാളി ആക്ട് പ്രകാരം അത് നിയമത്തിലില്ല. വെച്ച് കോടതിയിൽ നിന്ന് എന്തോ ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഒരു വിവാഹം മോചനം ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതാണ് അംഗീകരിക്കുന്നത്. പക്ഷേ ഞങ്ങളോട് അത് പേര് പറയും. ഞങ്ങൾ പോട്ടെ. എല്ലാവർക്കും നന്ദി.